ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി ചമ്മന്തിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു ചമ്മന്തി നമ്മൾ ഇഡ്ഡലി അതുപോലെ തന്നെ ഇടിയപ്പം, ദോശ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയാണ്. അതിന് പുറമെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു തക്കാളി തന്നെയാണ്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 5 വെളുത്തുള്ളി, ഒരു 4 ചുവന്ന മുളക്, അതായത് വറ്റൽ മുളക്. അപ്പോൾ ഞാനിവിടെ 4 മുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറവാക്കാം. ഒരു 4 5 ഒക്കെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതായത് ഇത് ചുട്ടരച്ച ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതൊന്ന് പൊള്ളിച്ചെടുക്കണം. അപ്പം നമ്മൾ എന്തായാലും തക്കാളി ഒന്ന് കനലിൽ ഇട്ടിട്ടൊന്ന് പൊള്ളിക്കാൻ പറ്റൂലല്ലോ, അതിൽ കൂടുതൽ വെള്ളം ഉള്ളത് കാരണം തന്നെ നമുക്കിങ്ങനെ ഒന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇത് നമ്മൾ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട്, അതായത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ വളരെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ, എന്നാലേ ഒരു നാടൻ ഫ്ലേവർ കിട്ടുള്ളൂ. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ലേ. ഇനി ഇതിൽ തന്നെ നമുക്ക് സവാളയും വെച്ച് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് പൊള്ളിച്ചിട്ട് എടുക്കണം. ഇത് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ അതാ അടച്ച് വെച്ചിട്ട് ഏകദേശം 2 മിനിറ്റ് ആയിട്ടോ. അപ്പോൾ ഒരു സൈഡ് നല്ലപോലെ ആയിട്ടുണ്ട്. പിന്നെ ഈ സവാളയുടെ ആ മുകൾ വശം ഞാൻ മുറിച്ച് കളയാതെ കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ സവാളയൊന്നും നല്ലപോലെ വേറിട്ട് പോരില്ല. നമ്മളത് മുറിച്ചിട്ടൊക്കെ ആണെങ്കിൽ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. കണ്ടോ, ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മതി കേട്ടോ, നമുക്കൊക്കെ തിരിച്ചിട്ട് കൊടുക്കാം. ചില ആളുകളൊക്കെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സവാളക്ക് പകരം ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. സവാള ചേർത്തിട്ടുണ്ടെങ്കിൽ അതൊരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചുമന്നുള്ളി ചേർത്തിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ഒരു പ്രാവശ്യം സവാള ചേർത്തിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാ എല്ലാം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഏകദേശം 1 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു വശം കൂടി നല്ലപോലെ ഒന്ന് പൊള്ളിച്ചെടുക്കണം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം ക്രിസ്പിയായ രീതിയിലാണ് മുകൾ വശം ആയിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് മറ്റേ വശം ആയി കിട്ടണം. അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് ഏകദേശം 1 മിനിറ്റ് ആയപ്പോഴത്തേന് ആ ഒരു സൈഡും ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇനി ഇത് തണുത്തതിൻ്റെ ശേഷമാണ് നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഈ തക്കാളിൻ്റെ തൊലിയൊക്കെ എടുത്ത് മാറ്റണം. അപ്പോൾ നല്ലപോലെ തണുത്തിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഇതിലേക്ക് എടുക്കുന്ന തക്കാളി എന്ന് വെച്ചാൽ നല്ല പഴുത്ത തക്കാളി വേണം കേട്ടോ എടുക്കാൻ. അപ്പോൾ നമ്മൾ സവാളയും തക്കാളിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു പാനിലേക്ക് തന്നെ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരു 40 സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേന് ഇത് ആയി കിട്ടും കേട്ടോ, പെട്ടെന്ന് ആയി കിട്ടും. കരിയാതെ ശ്രദ്ധിക്കണം, മുളക് പെട്ടെന്ന് കരിഞ്ഞു പോകും. എണ്ണ നല്ലപോലെ ചൂടായതാണ്. ഈ ഒരു മുളക് ഞാനിപ്പോൾ അങ്ങനെ ഇതുപോലെ എണ്ണയിലൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് തീയിലിട്ടിട്ടൊന്ന് ചുട്ടെടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ചൂടായിട്ട് ഇരിക്കുകയാണല്ലോ, അപ്പോൾ ഇതിൽ തന്നെ ഒന്നുകൂടി വറുത്തെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അതാ മുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ അപ്പോഴേക്കും ഇതൊക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു തക്കാളിൻ്റെ തൊലി ഉണ്ടല്ലോ, അതുകൊണ്ട് എടുത്ത് മാറ്റാം. പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റും. ഇതുപോലെ ആണെങ്കിൽ കണ്ടോ, നല്ലപോലെ 2 സൈഡും വെന്ത് കിട്ടിയിട്ടുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ തൊടുമ്പത്തിന് തന്നെ ഇതിൻ്റെ തൊലിയൊന്നും കൂടി പെട്ടെന്ന് അടർന്നു പോരുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഈ സവാളൻ്റെ ആ ഒരു മുകൾ വശം ചെറുതായിട്ടൊന്ന് മുറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ ഞാനത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നിങ്ങൾ അരച്ചെടുക്കുന്നത് ഇടികല്ലുണ്ടെങ്കിൽ അങ്ങനെ അതിൽ അരച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതില്ലാത്തതുകൊണ്ട് മിക്സിയുടെ ജാറിലാണ് അരച്ചെടുക്കുന്നത്. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കുന്ന പൊടിക്കുന്ന ആ ഒരു ജാറുണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. നല്ല പേസ്റ്റായിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ചിലർ ചമ്മന്തി അരക്കുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. കറിവേപ്പിലേൻ്റെ ഒരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു കറിവേപ്പിലേൻ്റെ ഫ്ലേവർ ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. ഇങ്ങനെ കറിവേപ്പില ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ ഈ ഒരു ഉള്ളി തക്കാളിൻ്റെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പുളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. തക്കാളി നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു പുളി ഉണ്ടാവും. ഇപ്പോൾ ഇതാ ഇവിടെ ചമ്മന്തി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ,
നല്ല പേസ്റ്റ് ആയിട്ടില്ല, ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളൊക്കെ. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിന് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. തക്കാളിയുടെ തക്കാളി നല്ല പഴുത്തതായതുകൊണ്ട് തന്നെ തക്കാളിയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ, വെള്ളമൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, തക്കാളിയൊക്കെ പൊള്ളിച്ചെടുത്ത ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റായിട്ട് ഒന്നാട്ടോ. ഇനി ഇതിൽ ഉപ്പ് നോക്കാം കേട്ടോ, ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേരുവകളൊന്നും ചേർത്തിട്ടില്ല, എല്ലാം നമ്മുടെ കയ്യിലുള്ള ചേരുവകൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ചമ്മന്തി മാത്രം മതി. എന്തായാലും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ, ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചമ്മന്തി തയ്യാറാക്കലുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ഇതുവരെ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക.